ശ്രീ അബിൻ വർക്കി. സർ, ജനസംഖ്യാനുപാതത്തിൽ സൈബർ ക്രൈമിൽ മൂന്നാമതായി കേരളം മാറിയിരിക്കുകയാണ്. 1,00,000-ൽ 8.2 എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക്. 2025 മാത്രം 42,500 ആളുകൾ ഈ സൈബർ ക്രൈമിൽ പെട്ടിരിക്കുകയാണ്. 814 കോടി രൂപയാണ് ഇതിലൂടെ കേരളത്തിൽ നഷ്ടമായിരിക്കുന്നത്. 413 കോടി രൂപയും ഇതിനകത്ത് വ്യാജ ഇൻവെസ്റ്റ്മെന്റ് ട്രേഡിംഗ് ആപ്പുകൾ വഴിയാണ് സംഭവിച്ചിരിക്കുന്നത്. സർ, ഒരു ദിവസം കേരളത്തിൽ ഇന്ന് 70 ലക്ഷം രൂപ സാധാരണക്കാരുടെ അപഹരിക്കുന്ന ഒരു വിഷയത്തെ പറ്റിയാണ് സാർ ഈ സബ്മിഷൻ. സാർ, എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനും കുടുംബവും വന്നു. ആ ചെറുപ്പക്കാരൻ വലിയ ഡിപ്രഷനിലായിരുന്നു. കാരണം ഇയാളുടെ അക്കൗണ്ട് മറ്റൊരാൾ മേടിച്ച് ചെറിയ പണം കൊടുക്കാമെന്ന് പറഞ്ഞ് വ്യാജ ട്രേഡിംഗ് അക്കൗണ്ടായി ഉപയോഗിക്കുകയും അതിലൂടെ അദ്ദേഹത്തിനെതിരെ കേസ് വരികയും അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെടുകയും ചെയ്തു. സാറ്, ഈ മാതാപിതാക്കൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ 34,000 ട്രാൻസാക്ഷനാണ് 5 ദിവസം കൊണ്ട് ആ അക്കൗണ്ടിൽ നടന്നത്. അതൊരു ഓൺലൈൻ റമ്മി ഗെയിമുമായി ബന്ധപ്പെട്ടാണ് ഈ ചെറുപ്പക്കാരൻ ഈ സ്റ്റുഡന്റിന്റെ അക്കൗണ്ട് മേടിച്ചത്. അയാൾ വലിയ ഡിപ്രഷനിലായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. സാർ, ഇതിന് മ്യൂൾ അക്കൗണ്ട് എന്നാണ് പറയുന്നത്. മ്യൂൾ എന്ന് പറഞ്ഞാൽ കഴുത എന്നാണ് അർത്ഥം. ഇത് കള്ളപ്പണം അല്ലെങ്കിൽ മറ്റൊരു കള്ളമാർഗത്തിലൂടെ ഉണ്ടാക്കുന്ന പണം ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അക്കൗണ്ടാണ് മ്യൂൾ അക്കൗണ്ട്. അപ്പോൾ ഇതിനകത്ത് സാധാരണക്കാരാണ് കൂടുതലും ഇരകളാകുന്നത്. സാർ, ഇതിനകത്ത് തന്നെ വിർച്വൽ അറസ്റ്റും അതുപോലെ തന്നെ ഡിജിറ്റൽ തടങ്കലും. നമുക്കറിയാം, ഇപ്പോൾ ബഹുമാന്യനായ നമ്മുടെ സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ ഈ വെർച്വൽ അറസ്റ്റിൽ ഇരയാക്കപ്പെടാൻ ശ്രമിച്ചിരുന്നു, അല്ലെങ്കിൽ കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ബുദ്ധിപൂർവമായ ഇടപെടൽ കൊണ്ട് അത് മാറുകയും മറ്റൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ ഉടനീളം വെർച്വൽ അറസ്റ്റുകളുടെ ഒരു ഘോഷയാത്ര തന്നെ നടക്കുകയാണ്. സാർ, ലോൺ ആപ്പ് വഴി നിതിൻ രാജിന്റെ വിഷയം നമുക്കുണ്ടായി. അതിന്റെ ഏറ്റവും ക്രക്സ് ആയിട്ടുള്ള കാര്യം ലോൺ ആപ്പാണ്. എന്താണ് ലോൺ ആപ്പ്? 10,000-ഉം 15,000-ഉം ലോൺ എടുക്കാൻ വേണ്ടി ചെറുപ്പക്കാർ ഒരുങ്ങുന്നു. ആ ലോൺ ആപ്പിന്റെ കെണിയിൽ പെടുമ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അവരുടെ വ്യക്തിഗതമായ വിവരങ്ങൾ കൂടി ചോർത്താനുള്ള അനുമതി ഈ ലോൺ ആപ്പിന്റെ പ്രൊവൈഡർമാർക്ക് കൊടുക്കുകയാണ്. ഇങ്ങനെ 10,000-ഉം 15,000-ഉം ലോൺ എടുക്കുന്ന ചെറുപ്പക്കാരുടെ കയ്യിൽ നിന്ന് വലിയ എമൗണ്ട് അവർ തിരിച്ചു മേടിച്ചാലും ഇത് തീരാത്ത അവസ്ഥയുണ്ട്. എന്നിട്ട് ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങുന്നു. ഇതിന്റെ ഒരു ഉദാഹരണമായിരുന്നു നിതിൻ രാജിന്റെ കേസ്. സർ, ബോസ് സ്കാം നമുക്കറിയാം. നമ്മുടെ ഒക്കെ പേരിൽ ഒരു 5,000 രൂപ കടം തരുമോ അല്ലെങ്കിൽ 10,000 രൂപ കടം തരുമോ എന്ന് ചോദിച്ച് ഒട്ടേറെ മെസ്സേജുകൾ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി പോകുന്നത് നമുക്കറിയാം. ഈ സഭയിലെ തന്നെ പല അംഗങ്ങളും അതുമായി ബന്ധപ്പെട്ട് പരാതികൾ കൊടുത്തിട്ടുണ്ട്. സാർ, അതുമാത്രമല്ല, ഇന്നത്തെ പത്തനംതിട്ട ജില്ലയിലെ മനോരമ പത്രത്തിൽ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ഈ ചെല്ലാന്റെ പേരിൽ തട്ടിപ്പ് നടത്തുകയാണ്. നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്, നിങ്ങൾക്ക് ഒരു ഫൈൻ വന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ചെല്ലാൻ അടച്ചില്ലെങ്കിൽ വലിയ പിഴ നിങ്ങൾക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാർ ഇത് വിശ്വസിച്ച് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യും. അവരുടെ പണം പോവുകയാണ്. KSEBയുടെയും വാട്ടർ അതോറിറ്റിയുടെയും പേരിൽ വരെ ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ സാർ, ഇത് ഒരു കേരളത്തിലുടനീളം വളർന്നു വരുന്ന ഒരു വലിയ തട്ടിപ്പായി മാറിയിരിക്കുകയാണ്. ആർട്ടിക്കിൾ 21 പ്രകാരം റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയിൽ പുട്ടുസ്വാമി കേസിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് വ്യക്തിഗതമായ വിവരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന്. സാർ, റിസർവ് ബാങ്കും അതുപോലെ തന്നെ 1930 എന്ന നമ്പറും ഒക്കെ ഉണ്ടായെങ്കിലും അത് കൂടുതൽ കാര്യക്ഷമമായി കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന് പറയാൻ ആഗ്രഹിക്കുക. സാർ, ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സാർ, ഇത് സാധാരണക്കാർ മാത്രമല്ല കുടുങ്ങുന്നത്. ഹൈക്കോടതിയിലെ ഒരു മുൻ ജഡ്ജി ഈ വ്യാജ ട്രേഡിംഗ് ആപ്പിന്റെ കെണിയിൽപ്പെട്ട് അദ്ദേഹത്തിന്റെ 75 ലക്ഷം രൂപ പോയ കഥ നമ്മൾ കേട്ടതാണ്. സാർ, കാസർഗോഡാണ് ഒരു മുതിർന്ന 2 ഉദ്യോഗസ്ഥർ, അവര് ഭാര്യയും ഭർത്താവുമാണ്. 11 ദിവസമാണ് വെർച്വൽ അറസ്റ്റിന്റെ കെണിയിൽപ്പെട്ട് അവർ വീട്ടിൽ നിന്ന് അനങ്ങാൻ പറ്റാത്ത സ്ഥിതിയിൽ വന്ന് കോടാനുകോടി രൂപ പോയത്. കോഴിക്കോട് 1.5 കോടി പോയ സംഭവം നമുക്കറിയാം. പത്തനംതിട്ടയിൽ എന്റെ ജില്ലയിൽ തന്നെ ഒരു ബിഷപ്പിനെ വെർച്വൽ അറസ്റ്റ് ചെയ്ത സംഭവം നമുക്കറിയാം. സാർ, ഇത് OTP മോഡൽ തട്ടിപ്പിൽ നിന്ന് മാറി പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി വന്നിരിക്കുകയാണ്. സാർ, ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എന്റെയും നിങ്ങളുടെ ആ സൗണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ വ്യാജമായി ഉണ്ടാക്കി നമ്മുടെ പേരിൽ പണം ചോദിച്ചുകൊണ്ടുള്ള തട്ടിപ്പാണ് വരുന്നത്. സാർ, അതുകൊണ്ട് ഇത് 75% നടക്കുന്നത് പുറത്ത് നോർത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുമാണ് ഇതിന്റെ തട്ടിപ്പ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവയർനെസ് പ്രോഗ്രാം കോളേജുകളും സ്കൂളുകളും കേന്ദ്രീകരിച്ചും കുടുംബശ്രീ കേന്ദ്രീകരിച്ചുമുള്ള ഒരു പ്രോഗ്രാമും അതുമാത്രമല്ല കൂടുതൽ ശക്തമായ നടപടിയെടുക്കാനുള്ള ഒരു പുതിയ പദ്ധതിയും പ്രഖ്യാപിക്കുമോ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്.
വിജിലൻസ് കയർ വകുപ്പ് മന്ത്രി. ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ സർ, ബഹുമാനപ്പെട്ട ആറന്മുള MLA ശ്രീ അബിൻ വർക്കി ഇവിടെ അവതരിപ്പിച്ച അതീവ ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു കാര്യമാണ്. സർ, കേരളത്തിൽ ഇന്ന് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വ്യാപകമാണ്. സൈബർ തട്ടിപ്പുകൾ കാരണം ബുദ്ധിമുട്ടുന്ന ധാരാളം കുടുംബങ്ങളും വ്യക്തികളെയും നമുക്ക് കാണാൻ കഴിയും. സാർ, ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് വലിയ ജില്ലകളിൽ ഏതാണ്ട് ആയിരത്തിലധികം കേസുകളാണ് ഓരോ ജില്ലയിലും വന്നുകൊണ്ടിരിക്കുന്നത്. അതീവ ഗുരുതര സ്വഭാവത്തിലുള്ള കേസുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാജ ലോൺ ആപ്പ് വഴിയുള്ള തട്ടിപ്പുകൾ തടയുന്നതിനായി കേരള പോലീസ് വളരെ ശക്തമായ നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. തട്ടിപ്പുകൾക്ക് വിധേയരായ ആളുകളുടെ പരാതിയിൽ 66D ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരവും BNS നിയമത്തിലെ 318 വകുപ്പ് പ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സർ, പണം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള വ്യാജ ഓൺലൈൻ വെബ്സൈറ്റുകൾ, ആപ്ലിക്കേഷനുകൾ കണ്ടെത്തി അവ ബ്ലോക്ക് ചെയ്യുക. നാഷണൽ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ NCRP രജിസ്റ്റർ ചെയ്യുന്ന പരാതികൾക്ക് കാരണമായിട്ടുള്ള വെബ്സൈറ്റുകൾ അനലൈസ് ചെയ്ത് അതിന് സമാനമായ വ്യാജ ഓൺലൈൻ വെബ്സൈറ്റുകൾ, ആപ്ലിക്കേഷനുകൾ എന്നിവ കണ്ടെത്തി നീക്കം ചെയ്യുന്നു. ഇത്തരത്തിൽ നാളിതുവരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ യാതൊരുവിധ അംഗീകാരമോ ലൈസൻസോ ഇല്ലാതെ പ്രവർത്തിക്കുകയും സാമ്പത്തിക തട്ടിപ്പുകളിൽ ഏർപ്പെടുകയും ചെയ്ത 1836 വ്യാജ ലോൺ ആപ്പുകളുടെ ഇന്റർനെറ്റ് ആക്സസ് നിയമപരമായ പരിശോധനകൾക്കും കൃത്യമായ നടപടിക്ക് ശേഷം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ തട്ടിപ്പുകൾക്കായി സൃഷ്ടിച്ച 5857 വ്യാജ ലോൺ വെബ്സൈറ്റുകളും കേരള പോലീസ് സൈബർ ഡിവിഷൻ പൂർണ്ണമായി സൈബർ സ്പേസിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. സാർ, ഇത്തരം തട്ടിപ്പുകൾ തടയാനായി സൈബർ ഡോമിന്റെ നേതൃത്വത്തിൽ സൈബർ പെട്രോളിംഗ് നടത്തി വരുന്നുണ്ട്. ഇത്തരം തട്ടിപ്പുകൾ വ്യാപിക്കുന്നത് തടയേണ്ടതിന്റെ ഭാഗമായി അന്താരാഷ്ട്ര തലത്തിലുള്ള സൈബർ വിദഗ്ധന്മാരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ വർഷവും കേരള പോലീസ് കൊക്കൂൺ എന്ന ഇന്റർനാഷണൽ സെമിനാർ നടത്തുകയും അതിലൂടെ കിട്ടുന്ന പുതിയ വിവരങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ പരിഷ്കരിക്കുകയും ആധുനികവൽക്കരിക്കുകയും ചെയ്തു വരുന്നുണ്ട്. കൂടാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുന്ന സാമ്പത്തിക തട്ടിപ്പിന് കാരണമായേക്കാവുന്ന പരസ്യങ്ങളും പ്രൊഫൈലുകളും കണ്ടെത്തുകയും അത് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടി ചെയ്തു വരുന്നുണ്ട്. RBI അംഗീകൃത NBFCയുടെ കീഴിലല്ലാത്ത വ്യാജ ഇൻസ്റ്റന്റ് ലോൺ ആപ്പുകൾ കണ്ടെത്തി ബ്ലോക്ക് ചെയ്തു വരുന്നുണ്ട്. സാർ, സൈബർ തട്ടിപ്പുകൾ തടയുന്നതിനായി ദൃശ്യ ശ്രവണ മാധ്യമങ്ങൾ വഴിയും നവമീഡിയ മാധ്യമങ്ങൾ വഴിയും ബോധവൽക്കരണ പരിപാടികൾ നടത്തി വരുന്നു. ഡിജിറ്റൽ ഫോറൻസിക് അന്വേഷണം, അന്തർ സംസ്ഥാന ഏകോപനം എന്നിവ നടത്തി വരുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് ഓൺലൈൻ ഗെയിം വലിയ പ്രശ്നമാണ് സാർ, കുട്ടികളെ ബാധിക്കുന്നതാണിത്. പൊതുജനങ്ങൾക്ക് ഓൺലൈൻ ഗെയിമുമായി ബന്ധപ്പെട്ട പരാതികൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി 24/7 പ്രവർത്തിക്കുന്ന നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ NCRP 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ പോലീസ് ആസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. കൂടാതെ സൈബർ തട്ടിപ്പുകൾക്ക് ഇരയാകുന്നവർക്ക് www.cybercrime.government.in എന്ന പോർട്ടൽ മുഖാന്തരവും 9497980900 എന്ന വാട്സാപ്പ് നമ്പർ മുഖാന്തരവും പരാതികൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സാർ, ഓൺലൈൻ ഗെയിമുകൾ ഇന്ന് വലിയ തോതിൽ നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ച് കുട്ടികളെ ബാധിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത് ഉൾപ്പെട്ട കേസുകളിൽ ഉൾപ്പെട്ട അന്യസംസ്ഥാന പ്രതികളെ ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ സഹായത്തോടെ നമ്മൾ അറസ്റ്റ് ചെയ്തു വരികയാണ്. ഇത്തരം കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള മൊബൈൽ ഫോണുകളും മറ്റും അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിനും അവയെ പ്രവർത്തനരഹിതമാക്കുന്നതിനും കേന്ദ്ര ഗവൺമെന്റ് മേൽനോട്ടത്തിലുള്ള പോർട്ടൽ സംവിധാനം സെൻട്രൽ എക്വിപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ ഉപയോഗിച്ചു വരുന്നുണ്ട്. കുട്ടികളിലെ ഓൺലൈൻ ഗെയിം
അഡിക്ഷൻ തിരിച്ചറിയുന്നതിനും പരിഹരിക്കുന്നതിനുമായി ചിരി എന്ന ഹെൽപ്പ് ലൈൻ നമ്പറായ 9497900200 ബന്ധപ്പെടുന്നതിന് വേണ്ട സംവിധാനവും നിലവിലുണ്ട്. സാർ, അതോടൊപ്പം തന്നെ വ്യാപകമായ തോതിൽ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകാനും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്താനുമുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. സാർ, ഇന്ന് ഓൺലൈൻ വഴി തട്ടിയെടുക്കുന്ന പണം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ബഹുമാനപ്പെട്ട മെമ്പർ അബിൻ വർക്കി ഇവിടെ സൂചിപ്പിച്ച 100% ശരിയാണ്. ഓൺലൈൻ വഴി തട്ടിയെടുക്കുന്ന പണം ആദ്യം മ്യൂൾ അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്യുക. അതിനുശേഷം ഈ തുക വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ അക്കൗണ്ടുകളിലേക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ട്രാൻസ്ഫർ ചെയ്ത ശേഷം ഈ തുക ചെക്ക് അല്ലെങ്കിൽ ATM ഉപയോഗിച്ച് പിൻവലിക്കുന്ന രീതി കണ്ടുവരുന്നുണ്ട്. ചില അവസരങ്ങളിൽ ഈ തുക ക്രിപ്റ്റോ കറൻസിയായി, സാർ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തുക എന്ത് ചെയ്യുന്നു, ക്രിപ്റ്റോ കറൻസിയായി മാറ്റിയ ശേഷം മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് രാജ്യങ്ങളിലോ ഉള്ള ആളുകൾ ഇത് മാറ്റിയെടുക്കുന്നു. സാർ, ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നടക്കുന്ന കുറ്റകൃത്യത്തിൻ്റെ ഒരു ഭാഗമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് സുരക്ഷിതമായ ഡിജിറ്റൽ ഇടപാടുകളെക്കുറിച്ച് കേരള പോലീസ് സൈബർ ഡിവിഷൻ നേതൃത്വത്തിൽ പരിശീലനവും മുന്നറിയിപ്പ് നൽകുകയാണ്. സർ, സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് നമ്പറായ 1930, ഒന്നുകൂടെ ആവർത്തിക്കുന്നു ഞാൻ, 1930, ഈ നമ്പർ 24/7 കേരള പോലീസിൻ്റെ സൈബർ സേന പ്രവർത്തിക്കുന്നുണ്ട്. പരാതികൾ ഇതിലേക്ക് കൊടുത്താൽ നടപടിയുണ്ടാകും, ഡിജിറ്റൽ അറസ്റ്റ് ഉണ്ടാകും. ബന്ധപ്പെട്ട സ്റ്റേഷനുകളെയും ബാങ്കുകളെയും അറിയിച്ച് പണം നഷ്ടപ്പെടാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കും. സാർ, ബഹുമാനപ്പെട്ട അങ്ങ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ഒരു സമഗ്രമായ സൈബർ ക്രൈം തടയാനുള്ള നടപടിയാണ്. സാർ, കേരള പോലീസിലെ സൈബർ വിഭാഗം അതിനെപ്പറ്റി വളരെ ഗൗരവമായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകാതെ നമ്മുടെ BNS നിയമം അനുസരിച്ചും സെൻട്രൽ ആക്ടുകൾ അനുസരിച്ചുമുള്ള ഒരു സമഗ്രമായ ഒരു പദ്ധതി നമ്മൾ തയ്യാറാക്കുകയാണ്. ഇന്ന് മാറുന്ന ഈ കാലഘട്ടത്തിൽ സൈബർ ക്രൈമുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതിനെ ഫലപ്രദമായി തടയാൻ കേരള പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ഈ പദ്ധതി നടപ്പാക്കുകയും